പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽഥാനിയെ വിളിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. മേഖലയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളിൽ ഇരുവരും ഫോൺ വഴി ചർച്ച നടത്തി. പ്രശ്നങ്ങൾ സംഭാഷണങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. യുഎസുമായുള്ള സമാധാന സംഭാഷണങ്ങൾ വേണ്ടത്ര പുരോഗതിയില്ലാതെ തുടരുന്ന വേളയിലാണ് ഖത്തർ പ്രധാനമന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രിയും തമ്മിലുള്ള ആശയവിനിമയം. നിലവിലെ നയതന്ത്ര കൂടിയാലോചനകളുടെ പുരോഗതി അബ്ബാസ് അരാക്ചി ഖത്തർ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഖത്തർ സമ്പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകുന്നതായും പ്രശ്നങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ചർച്ചകളിൽ പുരോഗതിക്ക് ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. സംഘർഷം വർദ്ധിക്കാനുള്ള സാധ്യതയും ഇല്ലാതാക്കണം. ഇതിനായി എല്ലാ കക്ഷികളും സഹകരിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം എടുത്തു പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിനെ സമ്മർദ്ദതന്ത്രമായി ഉപയോഗിക്കരുത് എന്ന് ഖത്തർ പ്രധാനമന്ത്രി ആവർത്തിച്ചു. സ്വതന്ത്രമായ കടൽ യാത്ര വിട്ടുവീഴ്ചയ്ക്ക് ഇടമില്ലാത്ത വിധം സ്ഥാപിക്കപ്പെട്ട തത്വമാണ്. ഹോർമൂസ് അടച്ചിടുന്നത് മേഖലയിലെ രാഷ്ട്രങ്ങളുടെ താൽപര്യങ്ങളെ അപകടപ്പെടുത്തും. ആഗോള ഊർജ്ജ ഭക്ഷ്യവിതരണം, വിപണി സ്ഥിരത, വിതരണ ശൃംഖല എന്നിവയെ അത് പ്രതികൂലമായി ബാധിക്കും. മേഖലയുടെ സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്താൻ അന്താരാഷ്ട്ര നിയമങ്ങളും UN ചാർട്ടുകളും അംഗീകരിക്കണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ മേൽനോട്ടം സംബന്ധിച്ച് കരട് നിയമനിർമ്മാണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇറാൻ പാർലമെന്റ്. ഇസ്രായേൽ കപ്പലുകൾക്ക് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തുന്നതാണ് കരട് ബില്ലിലെ പ്രധാന വ്യവസ്ഥ. യുദ്ധത്തിന്റെ നഷ്ടപരിഹാരം നൽകിയാൽ മാത്രം അമേരിക്കയുടെ കപ്പലുകൾക്ക് അനുമതി നൽകും. മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഇറാന്റെ അനുമതിയോടെ ഹോർമൂസ് കടക്കാം. യുഎസുമായി ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുന്നവർക്ക് ഇറാന് ഇനിയും മനസ്സിലായിട്ടില്ലെന്ന് സർക്കാർ വക്താക്കൾ പറഞ്ഞു. ആണവായുധ വ്യാപന നിരോധന ഉടമ്പടി പാലിക്കാത്ത അമേരിക്കയുടേത് ഇരട്ടത്താപ്പാണ്. ഇറാന്റെ കാര്യത്തിൽ അമിത വ്യഗ്രത പുലർത്തുന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന തണുത്ത നിലപാടിനെയും ഇറാൻ വിമർശിച്ചു. അതേസമയം മോശം പെരുമാറ്റം തുടർന്നാൽ ഇറാന് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഭീഷണി ഉയർത്തി. ഇറാൻ കൈമാറിയ 14 നിർദ്ദേശങ്ങൾ വിലയിരുത്തി വരികയാണ്. എന്നാൽ ഇതിനു പുറത്ത് ഒരു കരാർ രൂപപ്പെടുമെന്ന് കരുതുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. ഉപാധികളുടെ പുറത്ത് മേഖലയിലെ എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഇറാൻ കൈമാറിയ 14 നിർദ്ദേശം. നാവിക ഉപരോധം അവസാനിപ്പിക്കുകയും ഇനി ആക്രമിക്കുകയില്ലെന്ന് ഉറപ്പു നൽകുകയും വേണമെന്ന് നിർദ്ദേശത്തിൽ ഇറാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ സമഗ്ര വെടിനിർത്തൽ നിലവിൽ വരാതെ ആണവ വിഷയം ചർച്ച ചെയ്യില്ലെന്ന് നിർദ്ദേശത്തിൽ ഇറാൻ വ്യക്തമാക്കുന്നു. ഹിസ്ബുള്ളയുടെ പുതുതലമുറ ഡ്രോണുകൾ യുദ്ധമുഖത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതായി ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇലക്ട്രോണിക് ജാമറുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ ഘടിപ്പിച്ച ഡ്രോണുകളാണ് ഹിസ്ബുള്ള പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ പ്രതിരോധ കവചങ്ങളെ മറികടക്കാൻ അവരെ സഹായിക്കുന്നു. സാധാരണ ഡ്രോണുകൾ റേഡിയോ തരംഗങ്ങൾ വഴിയാണ് നിയന്ത്രിക്കപ്പെടുന്നത്. എന്നാൽ ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകൾ വളരെ നേർത്തതും ശക്തവുമായ ഒരു ഫൈബർ ഒപ്റ്റിക് കേബിൾ വഴി ഓപ്പറേറ്ററുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഡ്രോൺ പറക്കുമ്പോൾ ഈ കേബിൾ പിന്നിലേക്ക് അഴിഞ്ഞു വീണുകൊണ്ടിരിക്കും. ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രധാന പ്രതിരോധ മാർഗങ്ങളിലൊന്നായ ഇലക്ട്രോണിക് ജാമറുകൾ റേഡിയോ സിഗ്നലുകളെ തടസ്സപ്പെടുത്തി ഡ്രോണുകളെ വഴിതെറ്റിക്കാൻ സഹായിക്കുന്നവയാണ്. എന്നാൽ ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകൾ കേബിൾ വഴി പ്രവർത്തിക്കുന്നതിനാൽ ജാമറുകൾ കൊണ്ട് ഇവയെ തടയാൻ കഴിയില്ല. റേഡിയോ തരംഗങ്ങളുടെ പരിമിതികളില്ലാത്തതിനാൽ തത്സമയവും വളരെ വ്യക്തതയുള്ളതുമായ ദൃശ്യങ്ങൾ ഓപ്പറേറ്റർക്ക് ലഭിക്കുന്നു. ഇത് കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് ഡ്രോൺ എത്തിക്കാൻ സഹായിക്കുന്നു. റേഡിയോ സിഗ്നലുകൾ പുറത്തുവിടാത്തതിനാൽ സിഗ്നൽ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ച് ഇത്തരം ഡ്രോണുകളുടെ സാന്നിധ്യം മുൻകൂട്ടി അറിയാൻ ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഡ്രോണുകൾക്ക് പുറമെ സ്നൈപ്പർ വെടിവെപ്പുകളും തന്ത്രപരമായി സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കളും ഇസ്രായേൽ സൈന്യത്തിന്റെ ഉറക്കം കെടുത്തുകയാണ്. ലെബനനിലെ വിവിധ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ള ഒരുക്കിയിരിക്കുന്ന പ്രതിരോധ നിരയിൽ ഇസ്രായേൽ സൈന്യം കുടുങ്ങിക്കിടക്കുകയാണെന്ന് പ്രതിരോധ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ സാഹചര്യം പഴയൊരു ചരിത്രത്തിന്റെ ആവർത്തനമാകുമോ എന്ന ഭയത്തിലാണ് ഇസ്രായേൽ സമൂഹം. ഇസ്രായേൽ മുൻപ് 20 വർഷത്തോളം ലെബനൻ കൈവശം വെച്ചിരുന്ന കാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. അന്ന് വൻതോതിൽ സൈനികർക്ക് പരിക്കേൽക്കുകയും സൈനിക ഉപകരണങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. സമാനമായ ഒരു കെണിയിലേക്കാണോ രാജ്യം നീങ്ങുന്നതെന്ന ചോദ്യം ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.